ചെക്കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് കണക്കിലെ വിപ്ലവമാണ്. അതായത് 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് PSCയുടെ കണക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള 5 മാജിക് ട്രിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും പരീക്ഷാ വേളയിൽ സമയം കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് പലരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ സാധാരണ രീതി അവലംബിച്ചാൽ നമുക്ക് ഒരിക്കലും സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5 സെക്കൻഡിനുള്ളിൽ ഉത്തരം കണ്ടെത്താവുന്ന സാധാരണ PSC പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. സാധാരണ രീതി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെ 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ ഉത്തരം കണ്ടെത്താമെന്ന് ഞാൻ പെട്ടെന്ന് കണ്ടെത്താനുള്ള മാർഗം കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വർഗം കാണൽ. സാധാരണ നമ്മൾ വർഗം കാണാൻ വേണ്ടിയിട്ട് ചോദ്യം വരാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെ ചോദ്യം ഇതാണ്, 65 സ്ക്വയർ എത്ര എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് 65 × 65 എന്ന നീളത്തിൽ ഗുണിച്ച് സമയം കളയുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമുക്ക് 5 സെക്കൻഡിനുള്ളിൽ നമുക്കത് ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ വർഗം കാണല് 65 സ്ക്വയർ സാധാരണ രീതിയിൽ നിങ്ങൾ കാണുന്ന 65 × 65 എന്ന നീളത്തിൽ ഗുണിച്ച് കളയുന്നു. അതിന് പകരമായിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അവസാനത്തെ ഒരു 5 എന്നുള്ള 65ന്റെ അവസാന അക്കം ഏതാണ്? 5 ആണ് അല്ലേ? 5 സ്ക്വയർ എത്രയാണ്? 25 എന്ന് എഴുതുക. ആദ്യത്തെ അക്കമായ 6നെ അതിനടുത്ത അക്കമായ 7 കൊണ്ട് ഗുണിക്കുക. അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 5ന്റെ സ്ക്വയർ റൂട്ട് കാണുക. അപ്പൊ എത്രയാണ്? 25. ശ്രദ്ധിക്കണം കേട്ടോ. 5ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 25 എന്ന് ആദ്യം എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്താണ്? ആദ്യത്തെ അക്കം ഏതാണ്? 6 അല്ലേ? 6 ആദ്യത്തെ അക്കമായ 6നെ അതിനടുത്ത അക്കമായ 7 കൊണ്ട്, 6ന്റെ അടുത്ത അക്കം ഏതാണ്? 7 അല്ലേ? 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6 × 7 = 42. എന്നിട്ട് ഈ രണ്ടും കൂടെ ചേർത്ത് എഴുതിയാൽ മതി. 42 25 കണ്ടോ? 4225 എന്ന 65 × 65 എത്രയാണ്? 4225. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ? എങ്ങനെയാണ് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം. 5 സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിക്കുന്ന രീതിയാണ്. അതായത് ആദ്യം 65ന്റെ അവസാനത്തെ അക്കമായ 5 എടുത്ത് 5 സ്ക്വയർ എഴുതി വെക്കുക. 5 × 5 25. 5 സ്ക്വയർ എത്രയാണ്? 25 എന്ന് എഴുതുക. അതിനുശേഷം ആദ്യത്തെ അക്കം 6, അതിന് തൊട്ടടുത്ത അക്കമായ 6ന്റെ അടുത്ത അക്കം ഏതാണ്? 7 അല്ലേ? 7 കൊണ്ട് ഗുണിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? അത് രണ്ടും കൂടെ ചേർത്ത് എഴുതുക. അപ്പോൾ 7 6 42ന്റെ കൂടത്തിൽ 25 കൂടെ ചേർക്കുമ്പോൾ എത്രയാണ്? 4225 എന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടും. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കണം, അല്ലാതെ ഗുണിച്ചുകൊണ്ടിരുന്ന് സമയം കളയരുത്. അടുത്തത് നോക്കാം. അടുത്തത് വയസ്സുമായി ബന്ധപ്പെട്ട കണക്ക്. സാധാരണ എല്ലാ PSC പരീക്ഷയ്ക്കും ഉള്ളതാണ് വയസ്സുമായി ബന്ധപ്പെട്ട കണക്ക്. പക്ഷെ പലരും അതിനു വേണ്ടിയിട്ട് ധാരാളം സമയം കളയുന്നു. അത് ആവശ്യമില്ല. നിങ്ങൾക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് തരാം. റഹീമിന്റെയും മകന്റെയും വയസ്സുകളുടെ അനുപാതം 7:2 ആണ്. 5 വർഷം കഴിയുമ്പോൾ മകന് 15 വയസ്സ് തികയുമെങ്കിൽ റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ചോദ്യം എന്താണ്? റഹീമിന്റെയും മകന്റെയും വയസ്സുകളുടെ അനുപാതം 7:2 ആണ്. 5 വർഷം കഴിയുമ്പോൾ മകന് 15 വയസ്സ് തികയുമെങ്കിൽ റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അതാണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 45. എങ്ങനെയായിരിക്കും നമുക്ക് വളരെ 5 സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 7x ഉം 2x ഉം എടുത്ത് സമവാക്യങ്ങൾ നിർമ്മിച്ച് x കണ്ടുപിടിക്കുന്നു അല്ലെ? അങ്ങനെയൊന്നും ചെയ്യണ്ട. അതിന് പകരമായിട്ട് ഞാൻ ഈ 5 സെക്കൻഡ് ട്രിക്ക് ഞാൻ ഇത് താഴെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? ചോദ്യത്തില് റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സിന്റെ അനുപാതം എത്രയാണ്? 7 ആണല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തരമായിട്ട് വരുന്ന സംഖ്യ 7ന്റെ ഗുണിതം ആയിരിക്കണം, നിർബന്ധമാണല്ലേ? അപ്പോൾ ചോദ്യത്തിൽ റഹീമിന്റെ വയസ്സിന്റെ ഇപ്പോഴത്തെ വയസ്സിന്റെ അനുപാതം എത്രയാണ്? 7 ആണ്. അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്ന സംഖ്യ 7ന്റെ ഗുണിതമായിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഓപ്ഷനുകളിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നത് ഏതാണ്? 35 മാത്രമാണ് അല്ലേ? 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര? 7 മാത്രമാണ്, 35 മാത്രം. അപ്പോൾ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 35. കണ്ടോ? എന്നാ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പേന പോലും എടുക്കണ്ട, മനസ്സിൽ തന്നെ കണ്ടെത്താം.
അപ്പോൾ ഈ 7x 2x എന്നൊക്കെ കൂട്ടാതെ 7:2 ആണ് റഹീമിന്റെ വയസ്സിന്റെ അനുപാതം തുടങ്ങുന്നത്. അപ്പോൾ റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സിന്റെ അനുപാതം 7 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ഉത്തരമായിട്ട് വരുന്ന സംഖ്യ 7ന്റെ ഗുണിതമാണെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് ഓപ്ഷനിൽ 7ന്റെ ഗുണിതമായിട്ട് വരുന്നത്? 35 മാത്രമാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? 35. കണ്ടോ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത് സമയവും ജോലിയും തമ്മിലുള്ള ടൈം ആൻഡ് വർക്ക്. സാധാരണ PSC പരീക്ഷയ്ക്ക് എഴുതുന്നവർക്ക് അറിയാം, ഇതെല്ലാം പരീക്ഷയ്ക്ക് വരുന്നതാണ്. A ഒരു ജോലി 10 ദിവസം കൊണ്ടും B അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? A ഒരു ജോലി 10 ദിവസം കൊണ്ടും B അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? PSC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ? അപ്പോൾ നമ്മൾ അത് എങ്ങനെയാ ചെയ്യുന്നത്? സാധാരണ രീതിയിൽ എങ്ങനെയാണ്? 1/10 + 1/15 സമം, ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. എന്നിട്ട് എന്നാ കാണിക്കും? അത് ഒന്നും കണ്ടുപിടിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾ 15 + 10/150 എന്ന് ആദ്യം എഴുതും. അതിനുശേഷം 25/150 എന്ന് എഴുതി 1/6 എന്ന് എടുത്ത് തിരിച്ചിട്ട് 6 ദിവസം എന്ന് കണ്ടെത്തും. ഇങ്ങനെയല്ലേ നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്? എന്നാൽ 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഉണ്ടോ? 5 സെക്കൻഡ് കൊണ്ട് ട്രിക്ക്. ഉത്തരം കണ്ടെത്താൻ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഗുണനഫലം ഭാഗം തുക. അപ്പൊ എത്രയാണ് ഗുണനഫലം? 10 × 15 150. അതിന്റെ കൂടെ 15 + 10 ഏതാണ്? 25 തുക. അതായത് ഒരാൾ 10 ദിവസം 15 പേര് 10 ദിവസം കൊണ്ട് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് വരുന്നത്? 15 × 10 150, 15 + 10 25. അപ്പോൾ എങ്ങനെയാണ്? 150/25 = 6 ദിവസം. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി. എന്താണ് ചെയ്യേണ്ടത്? ഗുണനഫലം ഡിവൈഡഡ് ബൈ തുക എന്ന് ഓർത്തിരിക്കുക. അപ്പം 10 × 15 150 എന്നും 10 + 5 15 = 25 എന്നും കണ്ടെത്തി അത് ഹരിച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 6 ദിവസം എന്ന് കിട്ടും. കണ്ടോ, വളരെ എളുപ്പത്തിൽ 5 സെക്കൻഡ് പോലും വേണ്ട, നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ചെയ്യണം കേട്ടോ. അടുത്ത് ലാഭവും നഷ്ടവും. അതിന്റെ ചോദ്യം ഇങ്ങനെ സാധാരണ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ്. എന്താണ്? ഒരു വസ്തു 20% ലാഭത്തില് 600 രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ വാങ്ങിയ വില എത്ര? ഒരു വസ്തു 20% ലാഭത്തില് 600 രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ വാങ്ങിയ വില എത്ര? സാധാരണ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 20% എന്ന് പറയുമ്പോൾ 20/100 600 എന്ന് എഴുതി ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അല്ല, അങ്ങനെ അല്ലാതെ ഞാൻ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാനുള്ള വഴി പറഞ്ഞുതരാം. എങ്ങനെയാ ചെയ്യേണ്ടേ? 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെയാണ്? വാങ്ങിയ വില എപ്പോഴും 100% ആണ് അല്ലെ? വാങ്ങിയ വില എല്ലാം അറിയാം അല്ലെ? എപ്പോഴും 100% ആണ്. 20% ലാഭം എന്നാൽ വിറ്റ വില എത്രയാണ്? 120% ആണ്. അപ്പോൾ വാങ്ങിയ വില എപ്പോഴും എത്രയാണ്? 100% ആണ്. 20% ലാഭത്തിലാണ്, എന്നാൽ വിറ്റ വില അതിന് 120% ആണ് അല്ലെ? അപ്പോൾ 120% സമം 600 ആണെങ്കിൽ എങ്ങനെയാണ്? 1% 600/120 സമയം എത്രയാണ്? 5. അപ്പോൾ വാങ്ങിയ വില എത്രയാണ്? 100% ആണ് അല്ലെ? അപ്പോൾ 5 × 100 = 500 രൂപ. കണ്ടോ, വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. വാങ്ങിയ വില എപ്പോഴും എത്രയാണ്? 100% ആണ്. അപ്പോൾ 20% ലാഭമാണ്. അപ്പോൾ എന്നാണ് വിറ്റ വില? അപ്പോൾ എത്രയാണ്? 120% ആണ്. അപ്പോൾ 120%, അപ്പോൾ അത് എത്രയാണ്? 120% എന്ന് പറഞ്ഞാൽ 60 ആണെങ്കിൽ 1% എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 600/120 = 5 എന്ന് നമുക്ക് കിട്ടും അല്ലെ? അപ്പോൾ വാങ്ങിയ വില കണ്ടുപിടിക്കാമല്ലോ. വാങ്ങിയ വില എത്രയാണ്? 100. വാങ്ങിയ വില 100% ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 5 × 100 = 500 രൂപ. കണ്ടോ, എന്ത് ഈസി ആയിട്ടാണ് കണക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വളരെ എളുപ്പത്തിൽ ചോദ്യം കണ്ടുപിടിച്ച് ഇത്രയും ചോദ്യങ്ങൾ, ഇതെല്ലാം പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് 5 സെക്കൻഡിനുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം ശരാശരി. ശരാശരി സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് അല്ലെ? എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഞാൻ ചോദ്യം നോക്കാം. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്. സാധാരണ രീതിയിൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ കൂട്ടി 50 കൊണ്ട് ഹരിക്കാൻ ശ്രമിക്കല്. അതാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ? സമയം കിട്ടില്ല. അപ്പൊ നമ്മൾ 5 സെക്കൻഡ് കൊണ്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു വഴി പറഞ്ഞുതരാം. എങ്ങനെയാണ്? 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് പിടിക്കാം. എങ്ങനെയാണ്? ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? n + 1/2. അവിടെ
n+1/2 എന്ന് എടുക്കാം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2 എന്ന് എടുക്കാം. അവിടെ n എത്രയാണ്? n = 50. അതിനാൽ 50 + 1/2, അതായത് 51/2 എന്ന് എടുത്താൽ എത്രയാണ് ഉത്തരം? 25.5. കണ്ടോ, 5 സെക്കൻഡ് പോലും വേണ്ട നമുക്ക് പരീക്ഷയ്ക്ക് ഉത്തരം കണ്ടെത്താൻ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണക്കിന്റെ മാർക്ക് നിങ്ങൾക്ക് മുഴുവൻ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു മാർക്ക് പോലും പോകാതെ 5 സെക്കൻഡ് കണക്കിന് നമുക്കൊരു വിഷയമേ അല്ല എന്ന് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തും. അപ്പോൾ വളരെ എളുപ്പത്തിൽ കണക്കിന്റെ മാർക്ക് വാങ്ങാവുന്ന ട്രിക്കുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.